ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന കുറച്ച് പരസ്യങ്ങളുടെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നത്. അതായത് ചൂതാട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഗവൺമെന്റ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ അറിവോട് കൂടി തന്നെയാണ് ഇത്തരം ചൂതാട്ടങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഗെയിംസിൽ ഇഷ്ടം പോലെ ആളുകൾ പണം ഇറക്കി കടം വന്ന് ആത്മഹത്യ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. നാട് വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അത്രയ്ക്ക് അപകടം പിടിച്ച ഒരു ഗെയിമിനെയാണ് ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ അതിൽ കാണുന്ന അഭിനയിക്കുന്ന പയ്യന്മാരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കിയേ. പണം ഉണ്ടാക്കാൻ നമുക്ക് ആരെയും ചതിക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇത് യുവജനങ്ങളാണ്, ഒരു ന്യൂ ജനറേഷൻ പിള്ളേരാണ് ഇതിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കോവിഡ് ടൈമിലാണ് നമ്മളെ സിനിമാ നടൻ ലാല് ഇതിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആളുകൾ പല രീതിയിൽ ആക്രമിച്ചു അല്ലെ. അങ്ങനെ അദ്ദേഹം മാപ്പ് പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് സാധാരണക്കാരെ ഇതിലേക്ക് പിടിച്ചിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഗെയിമുകളിൽ അപകടം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്ത കേസുകൾ നമുക്കറിയാം അല്ലെ. അപ്പോൾ ഇതൊരു ലീഗൽ സാധനമാണോ എന്ന് പരിശോധിക്കുമ്പോൾ ഗവൺമെന്റിന് ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇതിന് കൃത്യമായ രേഖകൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോ ഡ്രീം 11 എന്ന ഒരു ഗെയിമിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാതുവെപ്പ് തന്നെയാണ് ഒരു പക്ഷെ ലൈവ് കളിയിൽ നമ്മൾ കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പ്രിഡിക്ഷൻ ടീം പ്രഖ്യാപിക്കുകയും അതിൽ വിൻ ചെയ്യുന്ന ടീമിന് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിൽ 30% ഗവൺമെന്റിന് കിട്ടുന്നു എന്നുള്ള ഒരു രേഖ അവർ തന്നെ സമർപ്പിക്കുന്നുണ്ട്. ഈ ജംഗ്ലി റമ്മി പോലത്തെ ഇങ്ങനത്തെ ഗെയിംസിലൊക്കെ അത് കൂടുതൽ ആളുകളും കമന്റ് ഇടുന്നത് വളരെ മോശപ്പെട്ട ഗെയിം, ഒരുപാട് പണം നഷ്ടപ്പെടുത്തിയ ഗെയിം, നമ്മളെ ചതിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കാലന്മാർ എന്നൊക്കെയാണ് പല ആളുകളും കമന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ അഭിനയിച്ച പയ്യന്മാരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ എന്തും ചെയ്യും എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലെ. അവർക്ക് ഒരുപാട് പണം കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതും. ശരിക്കും ഇത്രയും വലിയ ഒരു ചതിക്കുഴി ഉണ്ടാക്കി അതിലേക്ക് ആളെ വിളിച്ചു വരുത്തുന്ന ഇത്തരം യുവാക്കളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് എന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഇത് ജെനുവിൻ ആണ് എന്ന് ധരിച്ചുകൊണ്ട് ഇത്തരം പരസ്യങ്ങൾ കാണുമ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ അഭിനയിക്കുന്ന പരസ്യമാണെങ്കിൽ പറയും വേണ്ട, അവര് അതിലേക്ക് പോയി ചാടുന്നു. സാധാരണക്കാരായ ആളുകളാണ് കൂടുതലും ഇതിന് അഡിക്റ്റ് ആവുന്നതും ലക്ഷങ്ങൾ കടം വരുന്നതും ആത്മഹത്യ വരെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഗെയിംസിനെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളെ ആരെങ്കിലും സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്നുള്ളതാണ്. ന്യൂ ജനറേഷൻ പിള്ളേരെയും കൊണ്ടാണ് ഇപ്പോൾ പരസ്യം ഇറക്കി കളിക്കുന്നത്. മലയാളികളാണ് അവര്. അപ്പോ അവര് നമ്മളെ കൂട്ടത്തിലേക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് തിരുത്തുന്നത് നല്ലതാണ്. കാരണം അത് ശരിക്ക് ചെയ്യുന്നത് തെമ്മാടിത്തരമാണ്.